3 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കേരള രാജ്യാന്തര ചലച്ചിത്രമേള ഈ വർഷം അഭിമുഖീകരിച്ചിരിക്കുന്ന പ്രതിസന്ധി ഒരു ചലച്ചിത്രമേളയുടെ പരിധി കടന്ന് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ഗൗരവമായ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. പാലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ടതും കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകളെ വിമർശിക്കുന്നതുമായ 19 സിനിമകൾക്ക് സെൻസർ എക്സെപ്ഷൻ സർട്ടിഫിക്കറ്റ് നിഷേധിച്ചതിലൂടെ കലാസ്വാതന്ത്ര്യത്തിനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും നേരെയുള്ള തുറന്ന വെല്ലുവിളിയാണ് കേന്ദ്ര സർക്കാർ ഉയർത്തിയിരിക്കുന്നത്. സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്ത സിനിമകൾ രാജ്യാന്തര ചലച്ചിത്രമേളകളിൽ പ്രദർശിപ്പിക്കാനായി സാധാരണയായി ഉപയോഗിക്കുന്ന സംവിധാനമാണ് എക്സെപ്ഷൻ സർട്ടിഫിക്കറ്റ്. ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന്റെ ഈ അധികാരം ഇതുവരെ മേളകളുടെ സ്വാതന്ത്ര്യ സ്വഭാവം സംരക്ഷിക്കുന്നതിനുള്ള ഉപകരണമായിരുന്നു. എന്നാൽ ഈ വർഷം അതേ അധികാരം ഉപയോഗിച്ച് ഒരു മുഴുവൻ ചലച്ചിത്രമേളയുടെ ഉള്ളടക്കത്തെ നിയന്ത്രിക്കാൻ ശ്രമിച്ചതായാണ് കാണുന്നത്. 19 സിനിമകളിൽ 4 പാലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ടവയാണെന്ന വസ്തുത ഈ നടപടിയുടെ രാഷ്ട്രീയ സ്വഭാവം കൂടുതൽ വ്യക്തമാക്കുന്നു. മേള ആരംഭിച്ചു തന്നെ പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. അത്തരമൊരു പശ്ചാത്തലത്തിൽ പാലസ്തീൻ വിഷയങ്ങളെ ആസ്പദമാക്കിയ സിനിമകളാണ് കൂടുതലായി ഒഴിവാക്കിയതെന്ന ആരോപണം തള്ളിക്കളയാനാവില്ല. സാങ്കേതിക കാരണങ്ങൾ എന്ന കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം ഈ സാഹചര്യത്തിൽ വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്നതാണ്. ഇത് വെറും സിനിമകളുടെ പ്രദർശനം മുടങ്ങുന്ന പ്രശ്നമല്ല. കാണാനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്ന ആയിരക്കണക്കിന് ഡെലിഗേറ്റുകളുടെ സ്വതന്ത്രമായ ആശയങ്ങൾ പങ്കുവയ്ക്കാനുള്ള കലാകാരന്മാരുടെ അവകാശങ്ങളാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ IFFK വേദി ഉയർന്ന ശക്തമായ പ്രതിഷേധങ്ങളും ചലച്ചിത്ര സാംസ്കാരിക ലോകത്തിന്റെ പ്രതികരണങ്ങളും യാദൃശ്ചികമല്ല. സംവിധായകരായ അടൂർ ഗോപാലകൃഷ്ണൻ, കമൽ, TV ചന്ദ്രൻ എന്നിവരുടെ പ്രതികരണങ്ങൾ ഈ വിഷയത്തിന്റെ ആഴം വ്യക്തമാക്കുന്നതാണ്. സിനിമകൾ തന്നെ സിനിമയുടെ പാഠപുസ്തകങ്ങളാണെന്ന അടൂരിന്റെ വാക്കുകൾ ഈ സെൻസർഷിപ്പ് ശ്രമത്തിന്റെ അപകടകരമായ പ്രത്യാഘാതങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ഇന്നത് പാലസ്തീൻ ആയാൽ നാളെ അത് ഗാന്ധിയെക്കുറിച്ചുള്ള സിനിമകൾ പോലും വിലക്കപ്പെടുന്ന അവസ്ഥയിലേക്കാണ് രാജ്യം നീങ്ങുന്നതെന്ന് മുന്നറിയിപ്പ് നിസ്സാരമായി കാണാനാവില്ല. അൾട്ടിമേറ്റ് ആണ്. നമ്മൾ ഇങ്ങനെ ഒരു സംഗതി പ്രതീക്ഷിച്ചതല്ല. ഇനി ഇതിന്റെ അപ്പുറത്തേക്ക് പോകും. അതിനുള്ളതാണ് ഈ തുടക്കം. എന്നെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത് ബാറ്റിൽഷിപ്പ് പൊടംകി എന്ന് പറഞ്ഞ പടം കാണിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ പറഞ്ഞേ ഉള്ളൂ. ഇറ്റ് ഈസ് നെഗേഷൻ ഓഫ് സിനിമ. സിനിമയെ മൊത്തമായിട്ട് നിരാകരിക്കുന്നതാണ്. കാരണം സിനിമ തുടങ്ങുന്നത് ബാറ്റിൽഷിപ്പ് പൊടംകിയിലാണ്, ക്രിയേറ്റീവായ സിനിമ. അപ്പോൾ അത് നിരോധിക്കപ്പെടുകയാണെങ്കിൽ നാളെ പബ്ലിക് ഡൊമൈനിൽ നിന്ന് മഹാത്മാഗാന്ധിയെ നിരോധിക്കും. അതിന് ഈക്വലാണ്. മഹാത്മാഗാന്ധിയെപ്പറ്റി സംസാരിക്കരുത് നാളെ നമ്മളോട് പറയും. അതെന്തൊരു ദുരന്തമാണെന്ന് ആലോചിച്ച് നോക്കിയാൽ. അതിന് കാരണം അവർ പറയുന്നില്ല, ഈ സിനിമകൾ പ്രദർശിപ്പിക്കാൻ പാടില്ല. അതിനെന്താണ് കാരണം? ഇപ്പോൾ ബീഫ് എന്ന് പറയുന്ന പടത്തിൻ്റെ പേര് ബീഫ് എന്ന് ആയതുകൊണ്ട് മാത്രം ആ സിനിമ കാണിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അതെന്താണ്? ബീഫ് ഇവിടെ നിരോധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ കേരളത്തിൽ ബീഫ് കിട്ടാത്ത ഏതെങ്കിലും ഹോട്ടലുണ്ടോ? നമ്മുടെ രാജ്യം വളരെ അപകടകരമായ അമിതാധികാര പ്രവണതകൾ മാത്രമല്ല, നവഫാസിസ്റ്റ് പ്രവണതകളിലേക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നീക്കങ്ങൾ ഉണ്ട് എന്ന് വെളിപ്പെടുത്തുന്ന ഒരു ദുഃഖകരമായ അപലപിക്കപ്പെടേണ്ട സംഭവവികാസമാണ് ഈ ചലച്ചിത്രമേളയെ തന്നെ അട്ടിമറിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ്. ഇത് ഭരണഘടനാദത്തമായ ഫെഡറൽ തത്വങ്ങളുടെ ലംഘനം കൂടിയാണ്. കേന്ദ്ര നടപടിയെ തുറന്നടിച്ച് എല്ലാ ചിത്രങ്ങളും IFFKയിൽ പ്രദർശിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച് സംസ്ഥാന സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ നിലപാട് ഫെഡറൽ ഘടനയുടെയും സാംസ്കാരിക സ്വയംഭരണത്തിന്റെയും പ്രതീകമായി മാറുകയാണ്. സിനിമ കാണാനുള്ള അവകാശം നിഷേധിക്കാനാവില്ല എന്ന മന്ത്രിയുടെ പ്രസ്താവന ഒരു ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തം എന്താണെന്ന് ഓർമ്മിപ്പിക്കുന്നു. അടുത്ത പ്രാവശ്യം മേള നടക്കുമോ? എനിക്ക് ആശങ്കയാണ്. അതുകൊണ്ട് ശക്തമായ പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തുന്നു. അടിയന്തരമായി കേന്ദ്ര ഗവൺമെന്റ്, ഈ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി അടിയന്തരമായി ഇക്കാര്യത്തിൽ ഇടപെടണം. എല്ലാ സിനിമയും കേരളത്തിൽ കാണാനുള്ള അവകാശം, ഇത് നമ്മുടെ മൗലികമായ അവകാശമാണ്. ആ മൗലികമായ അവകാശത്തെ ഒരിക്കലും ചോദ്യം ചെയ്യുന്നത്. ഇന്ത്യൻ ജനാധിപത്യം എത്ര മാത്രം മാതൃകാപരമാണ് ലോകത്ത്. അതിൻ്റെ ഏറ്റവും വലിയ എല്ലാ വൈവിധ്യങ്ങളും അംഗീകരിക്കുന്ന നമ്മുടെ രാജ്യത്ത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു നടപടി നമ്മുടെ സിനിമയും അതുപോലെ തന്നെ നമ്മുടെ കലാരൂപങ്ങളും നമ്മുടെ വിവിധ സാംസ്കാരിക പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായത് അങ്ങേയറ്റം വേദനാജനകമാണ്, ദുഃഖകരമാണ്. എല്ലാവരും പ്രതിഷേധിക്കണം. കേന്ദ്ര ഗവൺമെന്റ് അടിയന്തരമായിട്ട് ഇക്കാലത്ത് ഇടപെട്ട് അനുവാദം തരണം. ചലച്ചിത്രമേളകൾ വിനോദത്തിന്റെ മാത്രം വേദികളല്ല, ആശയവിനിമയത്തിന്റെയും വിമർശനത്തിന്റെയും ചിന്തയുടെയും ഇടങ്ങളാണ്. അവിടേക്ക് രാഷ്ട്രീയ ഇടപെടലുകൾ കടന്നു വരുമ്പോൾ അതിന്റെ ദോഷഫലം കലയുടെ ലോകത്ത് മാത്രം ഒതുങ്ങില്ല. അത് സമൂഹത്തിന്റെ ചിന്താശേഷിയും ജനാധിപത്യത്തിന്റെ അടിത്തറയും തന്നെ ബാധിക്കും. IFFKയിൽ നടന്നിരിക്കുന്ന ഈ സംഭവം ഒരു മുന്നറിയിപ്പാണ്. കലയുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടാത്ത ഒരു രാജ്യത്ത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും അധികകാലം നിലനിൽക്കാനാവില്ല. അതിനാൽ തന്നെ ഈ വിലക്കിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ഒരു ചലച്ചിത്രമേളയെ രക്ഷിക്കാനുള്ളതല്ല, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ആത്മാവിനെ സംരക്ഷിക്കാനുള്ളതാണ്. ന്യൂസ് ഡെസ്ക്, സെറ്റ്കോ ന്യൂസ്.